ഇനി കുറച്ച് 2023 കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. അത് തെറ്റാണ്. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അത് രണ്ടും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്തതായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഖേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. നമുക്കറിയാം ഖേദയും ചമ്പാരനുമാണ് ഈ ഓപ്ഷനകത്തുള്ളത്. ഖേദയും ചമ്പാരനുമാണ്. അപ്പോൾ 1, 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ? മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, എ.വി. അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികളാണ് മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവും. 1, 2 ഓപ്ഷൻ എ ആണ്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ 1798 നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്തതാണ് വേണ്ടത്. അപ്പോൾ കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അതാണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് തെറ്റ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ: മൗലാന മുഹമ്മദ് അലി ജിന്ന, സാലിം അലി, മൗലാന ഷൗക്കത്ത് അലി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. 1ഉം 4ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? പാർലമെൻറ്റിന്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളതാർക്കാണ്? പാർലമെൻറ്റിന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, പാളയം സത്യാഗ്രഹം മക്ക അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം കെ.കെ. എളപ്പൻ. അപ്പോൾ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം കെ.കെ. എളപ്പനാണ്. അപ്പോൾ ബന്ധമില്ലാത്ത അല്ലെ ശരിയല്ലാത്തത് ഏതാണ്? പാളയം സത്യാഗ്രഹം വൈക്കം അബ്ദുൽ ഖാദർ. അതാണ് ആ ജോഡിയാണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് തെറ്റ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ? താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതാണ്? വേദാധികാര നിരൂപണമുണ്ട്, ആദിഭാഷയുണ്ട്. 1ഉം 4ഉം ആണ്. ഓപ്ഷൻ എ ആണ്. അടുത്തത്, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളേവ? കോവിലകത്തും വാതുക്കൽ, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കുളച്ചൽ യുദ്ധം നടന്നു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഏതൊക്കെയാണ്? കോവിലത്തും വാതുക്കൽ, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, അതുപോലെ തന്നെ കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. 1, 2, 4. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട യോജിക്കാത്ത പ്രസ്താവന: കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. അതും കറക്റ്റാണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തത്. അതും കറക്റ്റാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. അത് മാത്രമാണ് യോജിക്കാത്തത്. ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. അപ്പോൾ ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തതെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, 4 മാത്രം തെറ്റ്. ഓക്കെ. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം? 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ
രാജ്യം ആരാണ്? ഫ്രാൻസാണ്. ഫ്രാൻസിനാണ് 2ാം സ്ഥാനം കിട്ടിയത് ഇപ്പോൾ 2022 ലോകകപ്പ് ഫുട്ബോളിലും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്? ചോളം, നെല്ല്, പരുത്തി, ബാർലി. ചോളം, ബാർലി, നെല്ല്, പരുത്തി ഏതാണ് ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്? ബാർലി. അടുത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? 1998 മെയ് 17. അപ്പോൾ 1998 മെയ് 17-നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തകഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തകഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101-ാം ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? NK സിംഗ് ആണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. അതും കറക്റ്റാണ്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1-നാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പിയാണ് PC മഹ്ലനോബിസ്. അപ്പോൾ എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. അപ്പോൾ കറുത്ത മണ്ണാണ് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽ വനങ്ങൾ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ്? കണ്ടൽ വനങ്ങൾ. ഓപ്ഷൻ സി ആണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് ഏത്? നർമ്മദ എന്ന് പറയുന്നത്. അടുത്തത്, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് എന്ത്? സുന്ദരവനം ഡെൽറ്റ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത്. ഇനി അടുത്തത്, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം. ആസാമിലാണ് മിഷൻ മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതായത് ഇപ്പോൾ ജൂൺ ആണല്ലോ. അപ്പോൾ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. അപ്പോൾ NH 744 ആണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയാണ്?
ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ല, കേരളത്തിലെ ജില്ല. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? വെള്ളായണിക്കായൽ. അപ്പോൾ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത് എന്ന് ചോദിച്ചാൽ വെള്ളായണിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കുമിളി. കുമിളിയിലാണ് ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. ആലുവയിലാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? മേപ്പാടി. മേപ്പാടിയിലാണ് ആദ്യത്തെ കേരളത്തിൽ നിന്ന് ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ ആണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന ഒരു അറ്റ്മോസ്ഫറിക് ലെയർ അല്ലെങ്കിൽ അന്തരീക്ഷ പാളി എന്ന് പറയുന്നത്. അടുത്തത്, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098. നമുക്കറിയാം ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098 ആണ്. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ്റെ സൃഷ്ടിയാണ് വിത്തും കൈക്കോട്ടും. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂള്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്താണ്? രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം ആണ് എവിടെ കുറിച്ചത്? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചന്ദ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചന്ദ്. അടുത്തത്, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? നൂറുമേനി. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. അടുത്തത്, വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനാൽ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഒന്ന്, വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനാളാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന നിശാന്തതയാണ്. ഓക്കെ. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്സ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അടുത്തത്, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. അപ്പോൾ മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? വൃക്കയാണ്. ഓക്കെ. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്വാന്തേ പേബോ എന്ന് പറയുന്ന ആൾക്കാണ് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്വാന്തേ പേബോ. അടുത്തത്, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്
സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡം. ഓപ്ഷൻ എ പിണ്ഡമാണ്. അടുത്തത്, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പർ. നമുക്കറിയാം, അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? സിനാബാർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില എന്ത് ചെയ്യും? വർദ്ധിക്കും. അതാണ്. അടുത്തത്, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്? ജഡത്വം. അപ്പോൾ ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. അപ്പം ഏത് ഗുണമാണ് താഴെ പറയുന്ന പോലെ? ഏതാണ്? ജഡത്വം. ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? പേപ്പർ രഹിത ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. അടുത്തത്, സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആദ്യത്തെ L1 ആണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരാണ് ആദ്യത്തെ L1. വിക്ഷേപിച്ചു. ഓക്കെ. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8 ദിവസമാണ്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്? 8 ദിവസം. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പുകവലി മൂലം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? തലയോട്ടിയിലെ സന്ധി. തലയോട്ടിയിലെ സന്ധി എന്തിന് ഉദാഹരണമാണ്? ഒരു ചലനരഹിത സന്ധിക്ക്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഏതാണ്? വൃക്ക. വൃക്കയാണ് ഒരു വിസർജന അവയവം എന്ന് പറഞ്ഞാൽ വൃക്കയാണ്. ഓക്കെ. അടുത്തത്, ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? മനുഷ്യൻ. ഓക്കെ. അടുത്തത്, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി നമുക്ക് നോക്കാം. ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ? അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് വീണ ജോർജ് എന്നാണ് ഇവിടെ ഉത്തരം. പക്ഷേ നമുക്കറിയാം ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരനാണ്. ഇതിനു മുമ്പായിരുന്നു ആരിരുന്നത്? വീണ ജോർജ് ഇരുന്നത്. അപ്പോൾ കേരളത്തിലെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ മുരളീധരൻ. ഓക്കെ. അടുത്തത്, താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി ആണ്. അടുത്തത്, ഓക്കെ. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എന്താണ്? ബ്ലഡ് പ്രഷർ. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എന്താണ്? ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? വൈറസ്. വൈറസാണ് ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ആരാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ് കോളറയ്ക്ക് കാരണമാകുന്നത്.